ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ റെഡിയാക്കുവാണ്. അതിനായിട്ട് 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വേണം. നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഒരു പാന് കുറച്ച് എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് ഈ സവാള 2 പ്രാവശ്യമായിട്ട് ചേർത്ത് വറക്കാം. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ ഇത് ഫ്രൈ ആയി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കരുകരുപ്പ് അതുപോലെ തന്നെ കിട്ടാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇങ്ങനെ കളർ മാറി വരുമ്പോൾ തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണയിൽ കൂടുതൽ നേരം കിടന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ മുഴുവൻ സവാളയും വറുത്തെടുക്കാം. സവാള മുഴുവൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വറക്കാം. ഈ അണ്ടിപ്പരിപ്പിനും സവാളയ്ക്കും ഉണക്കമുന്തിരിക്കും ഒന്നും പ്രത്യേകിച്ചൊരു അളവില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അണ്ടിപ്പരിപ്പിന് കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ട പുഴുങ്ങിയത്, 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ക്യാപ്സിക്കം, 2 തക്കാളി, ഇഞ്ചി അരിഞ്ഞത് ഒരു ചെറിയ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടീസ്പൂൺ, 3-4 പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, പുതിനയില, 1 കപ്പ് തേങ്ങാപ്പാൽ. ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. നമ്മൾ ആ സവാള വഴറ്റിയ എണ്ണയിൽ നിന്ന് കൂടുതലായിട്ട് എണ്ണ മാറ്റിയിട്ട് ഒരു 2 സ്പൂണോളം എണ്ണ പാനിലേക്ക് എടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് 1 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ച ക്യാരറ്റും ക്യാപ്സിക്കം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പ് കൂടുതലുണ്ട്. കുറച്ചു നേരം ഒന്ന് ഇളക്കിയ ശേഷം ബാക്കി പൊടികൾ ചേർക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന് പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കുറഞ്ഞ തീയിലൊന്ന് കുക്ക് ചെയ്യാം.
ഇനി ഇത് തുറന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതിലേക്ക് ഉടച്ചു ചേർക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഇതിലേക്ക് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു വലിയ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിൽ പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിപത്രി, തക്കോന്, ചെറിയ കഷ്ണം ജാതിക്ക, കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്ത് ചൂടാക്കി പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊന്ന് തിളച്ച് ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആ മുട്ടയുടെ തൊണ്ട് കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാം. ആ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഗ്രേവി എത്തുന്ന പോലെ സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി കുറഞ്ഞ തീയിൽ 1 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തതാണ്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടില്ല. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ജീരകശാല അരി തന്നെയാണ്. ഞാനിത് വെള്ളത്തിൽ കുതിർത്തിട്ടല്ല ചെയ്യാറുള്ളത്. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടാറുണ്ട്. ഇനി ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 4-5 ഏലക്കായുടെ അരി, ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കഴുകി വാരിയെടുത്ത ജീരകശാല അരി ചേർത്ത് 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുക്കാറുള്ളത്. മൊത്തം ഇപ്പോൾ ഈ 3 കപ്പ് അരിക്ക് 5.25 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒരു വലിയ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, പാകത്തിന് ഉപ്പായോ ഇല്ലയോ എന്ന്. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ ഈ വെള്ളം മുഴുവൻ വറ്റുന്ന വരെ വേവിച്ചെടുക്കാം. തീരെ കുറച്ച് വെക്കേണ്ട, ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെള്ളം മുഴുവൻ വറ്റുമ്പോൾ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ചോറ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ചോറ് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടോ, നല്ല റൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനായിട്ട് ചൂടോട്ടൊരു പാത്രം എടുക്കുക. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ റൈസിന്റെ 1/3 ഭാഗം റൈസ് ഇതിലേക്ക് നിരത്തുക. അതിന് മുകളിലായിട്ട് നമ്മൾ വറുത്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയുടെ പകുതി ഭാഗം ചേർക്കാം. ഇതിന് മുകളിലായിട്ട് 1/3 റൈസ് ചേർക്കാം. സവാള വറുത്തത്, അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി വറുത്തത്, ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മസാല മുഴുവൻ ചേർക്കാം. ഏറ്റവും മുകളിലായിട്ട് റൈസിന്റെ മുകളിലായിട്ട് 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം, ആവിയൊന്നും ഒട്ടും പുറത്ത് പോരാതിരിക്കാൻ വേണ്ടി. ഇനി മുകളിലോട്ട് അടപ്പ് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പഴയ ഒരു തവ ചൂടാക്കാം, ഇരുമ്പിൻ്റെ ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞ തീയിൽ 20 മിനിറ്റ് ചൂടാക്കണം. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം. നമ്മുടെ രുചികരമായ മുട്ട ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ചൂടോടെ തന്നെ വിളമ്പാം. ഇത് വിളമ്പുന്ന സമയത്ത് മുട്ടയൊന്നും മുറിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വിളമ്പിയെടുക്കുക. ഇത് ചൂടോടെ ബിരിയാണി ചമ്മന്തി, സലാഡ്, അച്ചാർ ഇതിനൊക്കെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സൈഡ് ഡിഷിൻ്റെ ഒപ്പം കഴിക്കാം. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.